നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയെന്ന് തറപ്പിച്ചു പറഞ്ഞ് പ്രവാസി വ്യവസായി. SIT കണ്ടത് താൻ കണ്ട ഡി മണിയെ തന്നെയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പത്തനംതിട്ടയിലെ പ്രവാസി വ്യവസായി. ഈ സാഹചര്യത്തിൽ വ്യവസായിയിൽ നിന്ന് അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുക്കും. അതേസമയം ഇന്നെത്തിയ കേരള പോലീസിന് മുന്നിൽ താൻ ഡി മണിയല്ല എന്നും MS മണിയാണെന്നുമാണ് മണി വാദിച്ചത്. പോലീസ് അന്വേഷിക്കുന്ന വിഷയം അറിയില്ലെന്നും ബാലമുരുകന്റെ നമ്പറാണ് താൻ ഉപയോഗിക്കുന്നതെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഈ മൊബൈൽ നമ്പർ പ്രതികളിൽ ഒരാളുടെ ഫോണിൽ ഉണ്ടായിരുന്നു. ഈ വിവരം ചോദിക്കാനാണ് SIT സംഘം എത്തിയത്. അന്വേഷണ സംഘത്തോട് വിശദമായി മൊഴി നൽകി. പോലീസ് അന്വേഷിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും MS മണി പറഞ്ഞു. അതേസമയം പ്രവാസി വ്യവസായി തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മണിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് മൊഴി വീണ്ടും രേഖപ്പെടുത്തിയേക്കും. തലസ്ഥാനത്തെത്താൻ SIT മണിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡി മണി സാങ്കല്പിക കഥാപാത്രമല്ലെന്ന് കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചിരുന്നു. ഡി മണിയുടെ ഡിണ്ടിഗലിലെ സ്ഥാപനത്തിൽ ഇന്ന് രാവിലെയോടെയാണ് SITയുടെ നിർണായക റെയ്ഡ് തുടങ്ങിയത്. 2 മണിക്കൂർ നീണ്ടു നിന്നതായിരുന്നു ചോദ്യം ചെയ്യൽ. പോറ്റിയുമായിട്ടുള്ള ബന്ധമടക്കം ഡി മണി സമ്മതിക്കുമോ എന്നൊക്കെ അഭ്യൂഹങ്ങൾ കനത്തു. പക്ഷേ ചോദ്യം ചെയ്യലിലും മാധ്യമങ്ങളോടും ഇയാളെല്ലാം നിഷേധിച്ചു. ബാലമുരുകൻ എന്ന തന്റെ സുഹൃത്തിന്റെ ഫോൺ നമ്പറാണ് ഉപയോഗിക്കുന്നതെന്നും ഇത് തേടിയാണ് പോലീസ് എത്തിയതെന്നുമായിരുന്നു ഇയാളുടെ വാദം. കണ്ടത് യഥാർത്ഥ ഡി മണിയല്ല എന്നായി പിന്നെ സംശയങ്ങൾ. പക്ഷേ പ്രവാസി വ്യവസായി SITയോട് പറഞ്ഞത് ഇത് തന്നെയാണ് ഒറിജിനൽ ഡി മണിയെന്ന്. തിരുവനന്തപുരത്തെ ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകിയാണ് SIT തിരിച്ചത്. മണിയുടെ സഹായി വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. പോറ്റിയുടെ പടം തന്നെ പോലീസ് കാണിച്ചെന്നും അറിയില്ലെന്നും പോലീസിന് മറുപടി നൽകി. പോലീസ് തെറ്റിദ്ധരിച്ചാണ് തന്റെ അടുത്തെത്തിയത്. താൻ റിയൽ എസ്റ്റേറ്റ് നടത്തുകയാണ്, പോറ്റിയുമായി ഒരു ബന്ധവുമില്ലെന്നും MS മണി എന്നയാൾ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച തമിഴ്നാട്ടിലെ ഡി മണിയെ തേടിയാണ് പ്രത്യേക സംഘം എത്തിയത്. ഡി മണിയെന്ന് വ്യവസായി വെളിപ്പെടുത്തിയത് ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനെയാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. കേരളത്തിൽ നിന്നുള്ള പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം അന്താരാഷ്ട്ര മാഫിയുമായി ബന്ധമുള്ള സംഘം കടത്തിയെന്നാണ് വ്യവസായിയുടെ മൊഴി. ഇതിലെ സത്യാവസ്ഥ വ്യക്തമാക്കുന്നതിനാണ് ചോദ്യം ചെയ്യൽ. ഇതിനിടയിലാണ് ഇയാളെ തന്നെയാണ് ചോദ്യം ചെയ്തതെന്ന് പ്രവാസി വ്യവസായി ഉറപ്പിക്കുന്നത്. ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഇടപാടിൽ ശ്രീകൃഷ്ണൻ ഇടനിലക്കാരനായെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സംശയം. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും പ്രത്യേക അന്വേഷണ സംഘം നീക്കം നടത്താനിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയുടെ മൊഴിയിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ഡി മണി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നായിരുന്നു വ്യവസായിയുടെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലയായി ശബരിമലയിലെ ഉന്നതൻ പണം വാങ്ങിയെന്നും വ്യവസായി മൊഴി നൽകിയിരുന്നു. പുരാവസ്തു കടത്ത് സംഘത്തിലുള്ള ഡി മണിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയതെന്നും തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു ഇടപാടുകളെന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ മൊഴി. മണി SIT സംഘം 2 ദിവസമായി ചോദ്യം ചെയ്തു വരികയാണ്. പിന്നാലെ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ച വ്യവസായിയുടെ മൊഴിയിൽ കഴമ്പുണ്ടെന്ന നിഗമനത്തിലേക്ക് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം എത്തുകയായിരുന്നു. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഈ സംഘത്തെ തനിക്ക് പരിചയപ്പെടുത്തിയതെന്നാണ് വ്യവസായി മൊഴി നൽകിയിട്ടുള്ളത്. വിഗ്രഹങ്ങൾ കൈക്കലാക്കാൻ കോടിക്കണക്കിന് രൂപയുമായി ഈ സംഘം ഇപ്പോഴും സജീവമായി രംഗത്തുണ്ടെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്.